ഞാൻ ആഗ്രഹിച്ച ജീവിതവും എൻ്റെ കരിയറും കുടുംബവും എല്ലാം ഇതോടെ അവസാനിക്കും. എന്താ ചിരിച്ച്? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു കോടതിയിലെ പ്രതിക്കൂട്ടിൽ ഞാൻ നിൽക്കുന്ന ഒരു രംഗം. ഗോകുൽ എന്താ തമാശ പറയാ? പ്രതിക്കൂട്ടിൽ നിൽക്കണം പോലും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളെ ക്രോസ് ചെയ്യലല്ലേ? അല്ലാതെ എന്തിനാ പ്രതിക്കൂട്ടി കയറി നിൽക്കുന്നത്? ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരവസ്ഥ ഇത്. ലോകത്തിലെ വലിയ വലിയ ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വരെ ഈ അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്നൊരു സ്ഥലത്ത് അതേ ആളുകൾക്ക് മുൻപിലെ അപമാനിക്കപ്പെട്ട് നിൽക്കുക, കുറ്റവാളിയായി മുദ്ര കുത്തപ്പെടുക, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. വല്ലാത്തൊരവസ്ഥയത്. കോടതി മുറിയിൽ അങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ ഇപ്പൊ എനിക്കും വന്നു ചേർന്നിരിക്കുന്നു. ഗോകുൽ എന്തൊക്കെയാ പറയുന്നേ? എടോ, ആ സച്ചി എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുക. കേസോ? എന്തിന്? തന്നെ വിട്ടുകിട്ടാൻ. എന്റെ ദൈവമേ, ഈ സച്ചേണിത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ പേരിൽ പാവം ഗോകുല് പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരുമല്ലോ. ഞാൻ കാരണം എല്ലാവരുടെയും മുമ്പിൽ നാണം കിടേണ്ടി വരുമല്ലോ. ഒരിക്കലും എൻ്റെ പേരിൽ ഗോകുലിനെ പ്രതിക്കൂട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു അപമാനം ഗോകുലിനുണ്ടാവുന്നതിന് മുമ്പ് ഞാനിത് അവസാനിപ്പിച്ചിരിക്കും. താനെന്താ ആലോചിക്കുന്നത്? എടോ, താനൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അല്ല, ഒരു കുറ്റവും ചെയ്യാത്ത ഗോകുലിനെതിരെ എന്തിനാ കേസ് കൊടുത്തിരിക്കുന്നത്? കോടതി മുറിയിൽ ഞാൻ ഒരുപാട് കേസുകൾ വാദിച്ചിട്ടുണ്ട്. ചില കേസുകൾ ജയിച്ചിട്ടുണ്ട്, മറ്റു ചിലത് തോറ്റിട്ടുണ്ട്. ഒരു കാര്യം പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്ന എല്ലാ പ്രതികളും യഥാർത്ഥ കുറ്റവാളികളാവണമെന്നില്ല. ചിലപ്പോ എന്നെപ്പോലെ ചില നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടേക്കാം. അത് വെറും കോടതി വിധി മാത്രമല്ല, ദൈവത്തിന്റെ വിധി കൂടിയാ. ചിലപ്പോ മുൻ ജന്മത്തിൽ ചെയ്ത ഏതെങ്കിലും പാപത്തിന്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നാവും ദൈവം വെച്ചിട്ടുണ്ടായിരിക്കുക. എന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഞാനങ്ങ് സഹിക്കും. എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എടോ, ജീവിതമൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്തു വന്നാലും നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. വരട്ടെ, വക്കീൽ നോട്ടീസ് വന്നതല്ലേ ഉള്ളൂ. എന്തു വേണമെന്ന് നമുക്ക് വഴി ആലോചിക്കാം. ഇപ്പൊ താൻ ചെല്ലേ, ഞാൻ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ.